വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ മെഡൽ ഉൾപ്പെടെ 200-ലേറെ രാജ്യങ്ങളുടെ ചരിത്രമുറങ്ങുന്ന സ്റ്റാമ്പുകളുടെയും നാണയങ്ങളുടെയും വിപുലമായ ശേഖരണമൊരുക്കി ശ്രദ്ധേയനാവുകയാണ് തൃശൂർ കർണാറ സ്വദേശി കാവനാമറ്റത്തിൽ ബിജു എബ്രഹാം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്ത് ആരംഭിച്ചതാണ് സ്റ്റാമ്പുകളുടെയും നാണയങ്ങളുടെയും കറൻസികളുടെയും ശേഖരണം. കഴിഞ്ഞ 35 വർഷമായി വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസികളും സ്റ്റാമ്പുകളും തേടിയുള്ള അന്വേഷണത്തിലാണ് ബിജു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തുടങ്ങിയത്. ഏകദേശം ഒരു 37 വർഷം ആയി. ഇത് ആദ്യം സ്റ്റാമ്പിലാണ് തുടങ്ങിയത്, പിന്നെ കോയിനായി, പിന്നെ കറൻസിയായി. അങ്ങനെ ഒരു 38 വർഷമായി ഉണ്ടാവും ഇത് തുടങ്ങിയിട്ട്. കളക്ഷൻ കോയിനുണ്ട്, സ്റ്റാമ്പുണ്ട്, കറൻസി ഉണ്ട്, വേൾഡ് ടെലിഫോൺ കാർഡുണ്ട്, ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റേഷനറി കാർഡ് കവറ്, സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളതുണ്ട്. അത് കോയിന് ബ്രിട്ടീഷ് ഇന്ത്യ ഉണ്ട്, പിന്നെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ കോയിനുകൾ ഇൻക്ലൂഡിങ് തിരുവിതാംകൂർ, കൊച്ചിൻ അഞ്ചൽ, അങ്ങനെ. ഇതിനോടകം 200-ലേറെ രാജ്യങ്ങളുടെ വിവിധ കാലഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്ന നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും കറൻസികളുടെയും വിപുലമായ ശേഖരണം ബിജു സ്വന്തമാക്കിയിട്ടുണ്ട്. ഇവയിൽ പലതും അപൂർവവും അമൂല്യവുമാണ്. 1947 മുതൽ ഇതുവരെ ഇന്ത്യ പുറത്തിറക്കിയ മുഴുവൻ സ്റ്റാമ്പുകളും ഈ കൂട്ടത്തിലുണ്ട്. സ്റ്റാമ്പ് മെയിനായിട്ട് ഇന്ത്യൻ സ്റ്റാമ്പ്സാണ്. 47 മുതലുള്ള ഇന്ന് വരെ ഇറങ്ങിയേക്കണ എല്ലാ സ്റ്റാമ്പുകളും ഉണ്ട്. ഏകദേശം ഒരു 3500-ൻ്റെ മേലെ ഡിഫറെൻറ്റ് സ്റ്റാമ്പ്സ് ഉണ്ട്. ഒരു 10,000 ഡിഫറെൻറ്റ് സ്റ്റാമ്പ്സ് ഉണ്ടാവും. ഇന്ത്യയുടെ 1948 ഗാന്ധിജിയുടെ 4 സ്റ്റാമ്പ് ഇറങ്ങിയിട്ടുണ്ട്. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വില കൂടിയ സ്റ്റാമ്പ്. ഏകദേശം ഒരു 25-30,000 ഇടയ്ക്ക് 4 സ്റ്റാമ്പിന് വിലയുണ്ട്. ഒറ്റ സ്റ്റാമ്പിന് തന്നെ ഏകദേശം 25,000 ഉണ്ട്. അന്ന് അതിന് 10 രൂപയായിരുന്നു അന്ന് പ്രിൻ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ വില. ഇന്നിപ്പോൾ ഏകദേശം 25-30 ആ ഒരു അനുസരിച്ചുള്ള വിലയുണ്ട്. ബ്രിട്ടീഷ് കാലഘട്ടത്തിലെ മാത്രമല്ല, നാട്ടുരാജ്യങ്ങളായിരുന്ന തിരുവിതാംകൂറിലും കൊച്ചിയിലും പ്രചാരത്തിലിരുന്ന നാണയങ്ങളും സ്റ്റാമ്പുകളും പഴയ അഞ്ചൽ സ്റ്റാമ്പുകളുമെല്ലാം ബിജുവിന്റെ ശേഖരണത്തിലുണ്ട്. കാറ്റലോഗുകൾ തയ്യാറാക്കി ജർമ്മൻ ആൽബത്തിലാണ് നാണയങ്ങളും കറൻസികളും സ്റ്റാമ്പുകളും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പണ്ട് അഞ്ചലോട്ടക്കാരൻ എന്നാണ് പറയണത്, നമ്മൾ ഈ പോസ്റ്റ്മാനെ പറയണേ. അതായത് അന്ന് ഈ ഒരു മണി അടിച്ച് നടന്നു പോകുന്നതാണ് പറഞ്ഞത്. ഓരോ പോസ്റ്റ്മാനും ഇത്ര കിലോമീറ്റർ നടന്ന് പോയിട്ട് അത് കഴിഞ്ഞിട്ട് ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത ആൾക്ക് ഇത് കൈമാറുകയാണ്. അങ്ങനെയാണ് അതിന് അഞ്ചലോട്ടക്കാരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആ സ്റ്റാമ്പിനും പേര് വന്ന് അഞ്ചൽ സ്റ്റാമ്പ് എന്നാണ് അതിന് പറയുന്നത്. തൃശൂർ കോയിൻ സൊസൈറ്റി, ഫിലാറ്റി ക്ലബ് എന്നിവയിലെ ആജീവനാന്ത അംഗമാണ് ബിജു. തന്റെ ശേഖരണങ്ങളിൽ ബിജു അമൂല്യമായി കരുതുന്ന ഒന്നാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ മെഡൽ. തൃശൂർ കോയിൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ മെയ് 12 മുതൽ 14 വരെ തൃശൂരിൽ വെച്ച് നടന്ന ദേശീയ കോയിൻ കറൻസി പ്രദർശനത്തിൽ ബിജു ഒരുക്കിയ 200 ഇനം അമേരിക്കൻ കോയിനുകളുടെ വിഭാഗം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. 25 വർഷം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കാലം ഈ അമൂല്യ ശേഖരം വിപുലമാക്കാൻ ബിജുവിനെ ഏറെ സഹായിച്ചു. തന്റെ അമൂല്യ ശേഖരണത്തെ അറിയാൻ ആഗ്രഹിച്ചു വരുന്നവർക്ക് അത് കാണിച്ചു പഠിപ്പിച്ചു കൊടുക്കാൻ ബിജുവിന് സന്തോഷമേ ഉള്ളൂ. ഏകദേശം 140 വർഷം, 138-40 വർഷം മുന്നത്തെ ഉള്ള ഒരു കാർഡാണത്. അത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 40 വർഷമായിട്ടുണ്ട്. അത് നമ്മളൊരു ഭയങ്കര നിധി പോലെയാണ് നമ്മൾ ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കണം. അങ്ങനെ ആർക്കും വന്ന് കാണുന്നതിന് നമുക്ക് ഹാപ്പിയുള്ളൂ, നമുക്ക് സന്തോഷമാണ്. ആർക്കും വന്ന് കാണുന്നതിനും ഇതിനും ഇത് ചെയ്യാം. മറ്റേ മ്യൂസിയം ആക്കാതിനെക്കുറിച്ചൊന്നും നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകളെ മറികടന്ന് ബിജു സ്വന്തമാക്കിയത് ലോക ചരിത്രത്തിൻ്റെയും മനുഷ്യ സംസ്കാരത്തിൻ്റെയും പുരോഗതിയെ ഒറ്റച്ചരടിൽ കോർത്തിണക്കിയ സത്തയാണ്. ബിജുവിൻ്റെ കയ്യിലെ ഓരോ നാണയത്തിനും സ്റ്റാമ്പിനും പറയാനുള്ളത് ഒരു വലിയ ചരിത്രമാണ്. ആ ചരിത്രം വിപുലപ്പെടുത്താനുള്ള ബിജുവിൻ്റെ യാത്ര തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ഷെക്കീന ന്യൂസ്.